വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുശ്രീ മിസ് ആണ്. മിസ്സിന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വെക്കേഷനൊക്കെയാണ്, നല്ല മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയമാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇതാ പ്രത്യേകിച്ച് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. പുറത്തൊക്കെ ഇപ്പോൾ നല്ല മഴയാണല്ലേ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾക്കൊക്കെ മഴയത്ത് ഇറങ്ങി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട പിടിച്ച് മുറ്റത്ത് ഇറങ്ങി നിങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കാറൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മഴ കൊണ്ട് കളിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമുക്ക് എന്തും കൂടെ വരും, ആ മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പനി വരും, ചുമ, തലവേദന, അങ്ങനെ കുറേ രോഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളുടെ കൂടെ കാലമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞു മക്കളെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് രോഗങ്ങൾ വരാനുള്ള കാരണം ഈ വെള്ളത്തിൽ നിന്ന്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് രോഗം വരാം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് രോഗം വരാം, പിന്നെ കൊതുക്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് രോഗങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെ ഒരുപാട് രോഗങ്ങൾ, പകരുന്ന രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. റാറ്റ് ഫീവർ, എലിപ്പനി വരാറുണ്ട്, ടൈഫോയിഡ് വരാം, കോളറ വരാം, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. ഇപ്പം മഞ്ഞപ്പിത്തമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പം നല്ല വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, കൊതുക് വഴി ഇപ്പം ഈ ഒരു സമയത്ത് കൊതുകൊക്കെ ഒരുപാട് കൊതുക് കൂടെ വളരുന്ന സമയമാണ്. അപ്പോൾ ഈ കൊതുകിലൂടെ വരുന്ന രോഗങ്ങളാണ് ഫിലാരിയാസിസ്, മന്ത് എന്ന് പറയുന്ന രോഗം, മലേറിയ, മലമ്പനി, ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതൊക്കെ പലതരം പനികളാണല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, കൊതുക് വഴി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ മിസ്സിൻ്റെ കുട്ടികൾ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എലി നമ്മളിങ്ങനെ കാണാറുണ്ട്, നമ്മുടെ പലരുടെയും വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടെയൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ എലിയുടെ മൂത്രത്തിൽ നിന്നാണ് നമുക്ക് എലിപ്പനി വരുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സമയത്ത് അതിൽ എലിമൂത്രമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടെയൊക്കെ കളിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തൊക്കെ എലിപ്പനി വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കളിക്കാതിരിക്കുക. നിങ്ങളുടെ കാലിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊന്നും മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്, ആരും ഇപ്പോൾ കളിക്കാനൊന്നും പോവരുത്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് നന്നായി ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അത് മാത്രമല്ല, ഇപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്ന സമയമാണല്ലേ, മാവിലൊക്കെ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മാങ്ങ വീട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകമാണ്, ഓടിച്ചെന്നതാ ഇങ്ങനെ മാങ്ങയൊക്കെ പെറുക്കിയെടുത്ത് കടിച്ച് തിന്നാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ വീണ് കിടക്കുന്ന മാങ്ങ, അതേപോലെ ഈ പക്ഷികളൊക്കെ കൊത്തി വീണ് കിടക്കുന്ന മാങ്ങകളൊന്നും നിങ്ങൾ എടുത്ത് കഴിക്കാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ മാങ്ങ ആയിക്കോട്ടെ, എത്ര ഇഷ്ടമുള്ള മാങ്ങയെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പക്ഷി കൊത്തിയ മാങ്ങകളോ നിലത്ത് വീണ് കിടക്കുന്ന മാങ്ങകളോ ഒന്നും പെറുക്കി കഴിക്കരുത് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ, തുമ്മുന്ന സമയത്ത് മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ശ്രദ്ധിക്കണം, മൂക്കും വായും പൊത്തി വേണം നിങ്ങൾ തുമ്മാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പുറത്തേക്ക് തുമ്മി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് അടുത്തുള്ള ആൾക്കും കൂടെ ആ ഒരു രോഗം വരില്ലേ, ആ ഒരു രോഗം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തുമ്മുമ്പോൾ നിങ്ങൾ മൂക്കും വായൊക്കെ പൊത്തി വേണം നിങ്ങൾ തുമ്മാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും, അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കൈ എപ്പോഴും എന്ത് ചെയ്യുക, സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അത് മാത്രമല്ല, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സോപ്പൊക്കെ ഇട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. അതൊന്നും ആരും മറക്കാൻ പാടില്ല. ഒക്കെ മിസ്സിൻ്റെ കുട്ടികൾ ചെയ്യുന്ന മിസ്സിനെ അറിയാം. പക്ഷെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി മിസ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് കഴിക്കണം. അതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി വാഷ് ചെയ്തതിന് ശേഷം, നന്നായി കഴുകിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ കഴിക്കണം. പിന്നെ നല്ല തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം നിങ്ങൾ കുടിക്കരുത്. ഈ മഞ്ഞപ്പിത്തമൊക്കെ പ്രധാനമായിട്ടും വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ പുറമേ നിന്ന് വെള്ളമൊന്നും കുടിക്കാതെ എപ്പോഴും എന്ത് ചെയ്യുക, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ കുടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളും അതേപോലെ തുറന്ന് വെക്കരുത് അല്ലേ, അടച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ തുറന്നിരിക്കുന്ന കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അങ്ങനെ അടച്ചു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കുക. തുറന്ന് വെച്ച ഭക്ഷണങ്ങളിൽ ഈച്ചയും കൊതുകൊക്കെ വന്നിരിക്കും. അപ്പോൾ ആ ഭക്ഷണം ഒന്നും കഴിക്കരുത്. അടച്ചു വെച്ച ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ച വെള്ളം കുടിക്കുക.
പിന്നെ നിങ്ങളുടെ കൊതുകൊക്കെ ഇങ്ങനെ പെരുകുന്ന സമയമാണ്. അപ്പം കൊതുക് വളരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് കളയുക. ആ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് നമ്മുടെ കൊതുക് മുട്ടയിട്ട് അതിൽ നിന്ന് ഒരുപാട് കൊതുക് വരും. പിന്നെ കൊതുകിലൂടെ നമുക്ക് ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരും. അപ്പം ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടാൽ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് കളയുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിൽ അപ്പം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ പലരും എന്ത് ചെയ്യും? റോട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയില്ലേ? തോട്ടിലേക്കും പുഴയിലൊക്കെ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ വേസ്റ്റ് ഒന്നും, വീട്ടിലെ വേസ്റ്റ് ആയിക്കോട്ടെ എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ, വേസ്റ്റ് ഒന്നും ഒരിക്കലും മിസ്സിൻ്റെ കുട്ടികൾ പുറത്തേക്ക് വലിച്ചെറിയരുത്. അത് കറക്റ്റായിട്ട് ഡസ്റ്റ്ബിന്നിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വേസ്റ്റൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഒഴിവാക്കുക. അല്ലാതെ പുറത്തൊന്നും ഇട്ട് പല രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഈ മഴക്കാലത്ത് കൂടുതലല്ലേ? അതുകൊണ്ടാണ് മിസ്സ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, നിങ്ങൾ കുഞ്ഞു മക്കളാണ്, ഈ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വരാവുന്ന വലിയ രോഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ പറ്റും. അപ്പം മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതേപോലെ രോഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മിസ്സ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കുക. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, നമുക്ക് ഇന്ന് സ്കൂളിലൊക്കെ പോകണമല്ലേ? ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ കിടക്കേണ്ടി വരും. നമുക്ക് സ്കൂളിൽ പോയി പുതിയ ഫ്രണ്ട്സിനൊക്കെ കണ്ട് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുക, മഴയൊന്നും കൊണ്ട് കളിച്ച് നടക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.